പാകിസ്ഥാൻ ഓരോ തവണയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളോടും പറയാനുള്ളത്, ഇന്ത്യൻ ഭരണകൂടത്തിന് പറയാനുള്ളത്, ഭയം വേണ്ട, ജാഗ്രത തുടർന്നാൽ മതിയെന്നാണ്. കാരണം എന്താണ്? ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് വളരെയധികം വഷളായിരുന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കയുടെ താരിഫുകളിൽ ഇന്ത്യ ശ്വാസം മുട്ടിയില്ലെങ്കിലും ഞെരിഞ്ഞമർന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മനിർഭർ തദ്ദേശ പദ്ധതികളിലാണ് ഇന്ത്യയുടെ ഇനിയുള്ള പ്രതീക്ഷ. ഒപ്പം ചൈന, റഷ്യ, UK ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിലും ഇന്ത്യയുടെ നിലപാട് അടുത്തറ കൂടുതൽ ശക്തമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. റഷ്യയിൽ നിന്നുള്ള ഇന്ധന നികുതി ചോദ്യം ചെയ്താണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയതും ഇപ്പോൾ ഇറാന് മേൽ ഇന്ത്യയിലെ ചില കമ്പനികൾ ഇറാനിലെ എണ്ണ, LPG അടക്കമുള്ളവ ചൈനയിലേക്കും മറ്റും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന കാരണത്താൽ ആ കമ്പനികളെയും അമേരിക്ക ഇപ്പോൾ ഉപരോധത്തിന്റെ കരിമ്പട്ടികയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഒത്തുതീർപ്പാക്കിയതിൽ ഇടപെട്ടെന്ന ട്രംപിന്റെ വാദം ഇന്ത്യ മുഖത്തടിച്ചതുപോലെ നിരാകരിച്ചതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്ര കണ്ട ഇന്ത്യ വിരുദ്ധ അരിശത്തിന് കാരണവും. അങ്ങനെ നിരവധി കാരണങ്ങളാണ് ഇന്ത്യ US ബന്ധം തകർന്നതിന് പിന്നിൽ. അതിൽ 89-90% അനുഭവിക്കാൻ പോകുന്നത് ഇനി അമേരിക്കക്കാരാണെന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോഴെന്താണ്? പാകിസ്ഥാൻ യൂട്യൂബൊക്കെ നോക്കി ട്രംപിനോടൊരു കാര്യം ചോദിച്ചു. ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിച്ചാൽ ഞങ്ങൾക്ക് ഇന്ത്യൻ വിമാനങ്ങളെ, ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ നേടാൻ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തരണം, ഒരു വരം തരണം. അങ്ങനെ MiG-21 കില്ലർ എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ അമേരിക്ക ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുകയാണ്. പാകിസ്ഥാന് പ്രധാനമായും ഈ എയർ ടു എയർ, ആകാശത്ത് നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ നൽകുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഇന്ത്യയിൽ നിന്നും പറന്നു വരുന്ന ഇന്ത്യൻ പോർ വിമാനങ്ങളെ ആകാശത്ത് വെച്ച് തകർക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യം. പക്ഷേ അവരുടെ കയ്യിൽ പ്രാപ്തമായ ഒരു മിസൈലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തക്കതായൊരു വരം അമേരിക്ക ട്രംപ് നൽകിയിരിക്കുന്നത്. 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷമുണ്ടായ വ്യോമ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ ഇന്ത്യൻ MiG വിമാനത്തിന് നേരെ ഉപയോഗിച്ചത് ഈ എയർ ടു എയർ മിസൈലാണ്. ഇതിന്റെ പഴയ വെർഷൻ അമ്ര മിസൈൽ. ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ MiG-21 ബൈസൺ വിമാനം വീഴ്ത്തിയിരുന്നു. പുതിയ കരാറിലൂടെ പുതിയ വകഭേദമായ 160 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഏറ്റവും പുതിയ C-8, C-3 വിമാനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാന് നൽകുന്നത്. പാകിസ്ഥാന്റെ F-16 വിമാനത്തിൽ ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇപ്പോൾ അമേരിക്ക കൈമാറാൻ പോകുന്നത്. 2006-2007 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ 500 പഴയ മോഡൽ അമ്ര മിസൈലുകൾ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരുന്നു. പാകിസ്ഥാൻ മാത്രമല്ല 40-ലധികം രാജ്യങ്ങൾ ഇപ്പോൾ ഇതേ അമേരിക്കൻ നിർമ്മിത അമ്ര മിസൈൽ തങ്ങളുടെ ആയുധങ്ങളിൽ ഒന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. 14 തരം യുദ്ധവിമാനങ്ങളിൽ ഈ അമ്ര മിസൈൽ ഘടിപ്പിക്കാമെന്നതാണ് ഒരു സവിശേഷത. 160 കിലോമീറ്റർ റേഞ്ചാണ് മറ്റൊരു സവിശേഷത. ഫയർ ആൻഡ് ഫോർഗെറ്റ് സംവിധാനമാണ് മറ്റൊരു മികച്ച നേട്ടമായി ഈ മിസൈലുകളെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ റഡാർ എല്ലാം നോക്കിക്കോളും, ലക്ഷ്യസ്ഥാനത്തേക്ക് അത് മിസൈലിനെ കൊണ്ട് പതിപ്പിച്ചോളും. F-16 യൂറോഫൈറ്റർ ടൈഫോൺ, F-22 റാപ്റ്റർ, F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിലും ഈ അമ്ര മിസൈലിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഉപയോഗിക്കാം. 92 ആദ്യമായി ഇറാഖിന്റെ MiG-25 വിമാനം തകർക്കാനായിട്ട് അമേരിക്ക ഉപയോഗിച്ചതും ഇതേ അമ്ര മിസൈലാണ്. ഇപ്പോൾ US വ്യോമസേനയിലും നാവികസേനയിലും ഈ മിസൈൽ സേവനത്തിലുണ്ട്. അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നിർലോഭം ഈ മിസൈൽ വിൽക്കുന്നുണ്ട്. അതിനൊപ്പമാണ് പാകിസ്ഥാന് 160 എണ്ണം ഈ മിസൈൽ വിൽക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നീക്കവും. ഇന്ത്യ വിരോധം തന്നെയാണ് അവിടുത്തെയും കാരണം. ചൈനയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളും പാകിസ്ഥാന്റെ പക്കലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധർ ഇനി എങ്ങനെ ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓർക്കണം, ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിൽ, വ്യോമത്താവളങ്ങളിൽ കടന്നു ചെന്നാണ് അവിടെ നിർത്തിയിട്ടിരുന്ന അവാക്സ് അടക്കമുള്ള വിമാനങ്ങളെ തകർത്ത് നശിപ്പിച്ചത്. അല്ലാതെ ഈ വിമാനങ്ങളെ, അതിൽ 3-4 വിമാനങ്ങൾ ആകാശത്ത് ഇന്ത്യക്ക് നേരെ ചീറിയെടുത്തപ്പോൾ ഇന്ത്യൻ മിസൈലുകൾ തകർത്തു. മറ്റ് വിമാനങ്ങളെല്ലാം നേരെ ചെന്ന് വ്യോമത്താവളത്തിനുള്ളിൽ ബ്രഹ്മോസ് മിസൈലുകൾ പതിപ്പിച്ചാണ് നശിപ്പിച്ചത്. കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് വിമാനങ്ങൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന്റെ ഈ മിസൈൽ പ്രയോഗിക്കണമെങ്കിൽ അവിടെ പോർ വിമാനങ്ങൾക്ക് അവിടെ എയർബേസിൽ നിന്നും പറന്നുയർന്ന് പരമാവധി ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 160 കിലോമീറ്റർ പിന്നിലേക്കെങ്കിലും എത്തണം. ഈ സമയം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് കാര്യം സാധിച്ച് തിരിച്ചു വരാവുന്നവയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ എന്നതിൽ യാതൊരു സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ അവ തങ്ങളുടെ
തങ്ങളുടെ റോൾ വ്യക്തമായി നിർവഹിച്ചത് നാമെല്ലാം കണ്ടതുമാണ്. പാകിസ്ഥാനി വിമാനങ്ങൾക്ക് പറന്നുയരാൻ പോലും സമയം നൽകാതെ നിമിഷ നേരം കൊണ്ട് തകർത്ത് തരിപ്പണമാകുന്ന മിസൈലുകൾ ഇന്ത്യൻ പ്രതിരോധ ഘടകങ്ങളോട് ന്യൂഡൽഹിക്ക് പറയാനുള്ളത് ഭയം ഒട്ടും വേണ്ട, ജാഗ്രത മതി എന്നാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച